ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ബുൾബിൾ ടൈപ്പ് ബ്രേക്കറിൻ്റെ പുതിയൊരു വീട്ടിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഇതുപോലത്തെ വാഷിംഗ് സോപ്പ് എങ്ങനെ നിർമ്മിക്കുന്നത് അതിനെക്കുറിച്ചുള്ളൊരു വീഡിയോ ആണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. അപ്പോൾ ഇതിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഏറ്റവും ലളിതമായ രീതിയിലാണ് നമ്മളിത് ഉണ്ടാക്കിയത്. അപ്പോൾ ചില ചാനലുകളിൽ നമ്മൾ വീഡിയോസുകളൊക്കെ കണ്ടു നോക്കിയപ്പോൾ അതിൽ ഭയങ്കര ടഫായ രീതിയിലാണ് അവർക്ക് അനുഭവപ്പെട്ടത്. അപ്പോൾ നമുക്ക് ഏറ്റവും സിമ്പിളായ രീതിയിൽ എങ്ങനെ ഉണ്ടാക്കിയെടുക്കാം എന്നതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. നമുക്കിത് ഉണ്ടാക്കാൻ ആവശ്യമായ കിറ്റ് നമുക്ക് കടകളിൽ നിന്നും 60-70 രൂപയ്ക്ക് കിട്ടുന്നതാണ്. അപ്പോൾ ആ കിറ്റ് ഉണ്ടായ പിന്നെ നമുക്ക് ചേർത്തെടുക്കേണ്ടത് 1 ലിറ്റർ വെള്ളവും 1.5 ലിറ്റർ ഓയിലുമാണ്. ബാക്കിയുള്ള സാധനങ്ങളൊക്കെ നമുക്ക് ആ കിറ്റിലൂടെ തന്നെ ലഭിക്കുന്നതാണ്. അപ്പോൾ ഇതാണ് നമുക്ക് കടകളിൽ നിന്നും ലഭിക്കുന്ന കിറ്റ്. ഈ കിറ്റിൽ നമുക്ക് ആദ്യമായിട്ട് തന്നെ നിർമ്മാണ രീതികളും നിർദ്ദേശങ്ങളും അടങ്ങിയിട്ടുള്ളൊരു കാറ്റലോഗ് ലഭിക്കും. ഇത് നമ്മൾ പൂർണ്ണമായും നിർബന്ധമായും വായിച്ചിരിക്കണം. ഇതിൻ്റെ ബാക്ക് ഭാഗത്ത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ പ്രത്യേകം കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഇതുണ്ടാക്കുമ്പോൾ നമുക്ക് ഗ്ലൗസ് ഇടൽ നിർബന്ധമാണ്. അത് ഇതിൽ പ്രത്യേകം എഴുതിയിട്ടുണ്ട്, അത് നിർബന്ധമാണ്. അപ്പോൾ നമുക്ക് കിറ്റിലുള്ള സാധനങ്ങൾക്കൊന്ന് പരിചയപ്പെടാം. ഇത് സോഡിയം ഹൈഡ്രോക്സൈഡ് ആണ്, അഥവാ കാസ്റ്റിക് സോഡ. അപ്പോൾ നമ്മളിത് കൈമലാകാതെ ശ്രദ്ധിക്കണം. അതുകൊണ്ട് ഈ പ്രവൃത്തി ചെയ്യുമ്പോൾ ഗ്ലൗസ് ഇടൽ നിർബന്ധമാണ്. അടുത്തത് സോപ്പ് നിർമ്മാണ ലായനിയാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ സോപ്പിന് പതകളൊക്കെ തരുന്നത്. പിന്നെ അടുത്തത് സോപ്പ് നിർമ്മാണ പൊടിയാണ്. പിന്നെ നമുക്കിതിലേക്ക് സുഗന്ധദ്രവ്യം തരുന്നുണ്ട്. പിന്നെയുള്ളത് കളറാണ്. ഇത് ഉപയോഗിക്കാൻ നിർബന്ധമൊന്നുമില്ല, നമുക്ക് പല പല കളറും കിട്ടും. അപ്പോൾ ഇതിൽ നമുക്ക് ഈ കളറാണ് കിട്ടിയിട്ടുള്ളത്. നമ്മൾ സോപ്പ് നിർമ്മാണത്തിനായിട്ട് ഇതുപോലത്തെ ഒരു ബക്കറ്റ് എടുക്കണം. പ്ലാസ്റ്റിക്കിൻ്റെ ബക്കറ്റ് എടുക്കുന്നതാണ് നമുക്ക് ഏറ്റവും നല്ലത്. അലൂമിനിയത്തിൻ്റെ ബക്കറ്റ് നമ്മൾ തീരെ ഉപയോഗിക്കാതിരിക്കുക. ഇനി നമ്മൾ ബക്കറ്റിലുള്ള നമ്മൾ ഈ മിക്സിതൊക്കെ ഇളക്കാൻ വേണ്ടിയിട്ട് ഇതുപോലത്തെ ഒരു മരത്തിൻ്റെ ചട്ടക്കെടുത്തുണ്ട്. മരത്തിൻ്റെ അല്ലെങ്കിൽ പ്ലാസ്റ്റിക്കിൻ്റെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ നമ്മൾ അലൂമിനിയത്തിൻ്റെ തീരെ ഉപയോഗിക്കരുതെന്നർത്ഥം. ഇനി വെള്ളവും ഓയിലൊക്കെ അളക്കാനായിട്ട് ഇതുപോലത്തെ 500 ml ഒരു കപ്പ് എടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് ഉപയോഗിച്ചാണ് നമ്മൾ അളക്കുന്നത് ഓയിലും വെള്ളമൊക്കെ. കാറ്റലോഗിൽ 750 ഗ്രാം വെള്ളം എടുക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പം നമ്മൾ 1 ലിറ്റർ വെള്ളം എടുക്കുന്നുണ്ട്. 1 ലിറ്റർ വെള്ളം എടുത്താലേ നമുക്ക് ബക്കറ്റിൽ നിന്നും അച്ചിയിലേക്ക് മിശ്രിതം സുഖമായി ഒഴിച്ചു കൊടുക്കാൻ കഴിയുള്ളൂ. നമ്മൾ ചില ചാനലുകളിലെ വീഡിയോസൊക്കെ കണ്ടു നോക്കിയപ്പോൾ അവർ വളരെ ബുദ്ധിമുട്ടിയിട്ടാണ് ബക്കറ്റിൽ നിന്നും അച്ചിയിലേക്ക് മിശ്രിതം ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പം അതുകൊണ്ടാണ് 1 ലിറ്റർ വെള്ളം എടുക്കാൻ പറഞ്ഞത്. നമുക്കിതിലേക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കാം. നമ്മൾ 2 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുക്കുകയാണ്. ഞാൻ 2 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുത്തു. നമ്മൾ നേരത്തെ പരിചയപ്പെടുത്തിയ കാസ്റ്റിക് സോഡ പൊട്ടിച്ച് ഇതിലേക്ക് ഇട്ട് കൊടുക്കണം. അപ്പോൾ നമ്മൾ പൊട്ടിക്കുമ്പോഴും ബക്കറ്റിലേക്ക് ഇട്ട് കൊടുക്കുമ്പോഴൊക്കെ സൂക്ഷിച്ച് ചെയ്യണം. അങ്ങനെ കാസ്റ്റിക് സോഡ ഇട്ട് കൊടുത്ത ശേഷം നമ്മളിത് നന്നായി മിക്സ് ചെയ്തെടുക്കണം. കാസ്റ്റിക് സോഡ പെട്ടെന്ന് തന്നെ വെള്ളത്തിൽ ലയിക്കുന്നതാണ്, എങ്കിലും നമ്മൾ മിക്സ് ചെയ്തെടുക്കണം. നമ്മൾ മിക്സ് ചെയ്ത ശേഷം എത്ര സമയമാണോ തണുക്കാൻ എടുക്കുന്നത് അത്ര സമയം നമ്മൾ വെയിറ്റ് ചെയ്യണം. കാറ്റലോഗിൽ 30 മിനിറ്റ് വെയിറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. നമ്മൾ എത്ര സമയമാണോ തണുക്കാൻ എടുക്കുന്നത് അത്ര സമയം നിർബന്ധമായും വെയിറ്റ് ചെയ്യണം. അങ്ങനെ ഇത് നന്നായി തണുത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കളർ ആഡ് ചെയ്യണം. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ ഇതുപോലത്തെ ഒരു ഗ്ലാസ്സിൽ കുറച്ച് വെളിച്ചെണ്ണ ഓയിൽ എടുക്കുക. എന്നിട്ട് നമുക്ക് കളറിന് വേണ്ടി തന്ന ഈ പൊടി ഇതിലേക്ക് ഇട്ട് കൊടുക്കണം. അപ്പോൾ ഈ കളർ പൊടി ഇതിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ നന്നായി മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ ഞാൻ ഇതുപോലത്തെ ഒരു കോൽ ഉപയോഗിച്ചാണ് മിക്സ് ചെയ്തെടുക്കുന്നത്. നമ്മൾ നന്നായി മിക്സ് ചെയ്തതിന് ശേഷം ഇതൊന്ന് ചൂടാക്കി എടുക്കണം. അപ്പോൾ ചൂടാക്കി തണുത്തതിന് ശേഷമാണ് ബക്കറ്റിലേക്ക് ഒഴിച്ച് കൊടുക്കേണ്ടത്. അപ്പോൾ ഞാൻ ബക്കറ്റിലേക്ക് ഒഴിച്ച് കൊടുക്കുകയാണ്. അപ്പോൾ നമ്മൾ ഒഴിക്കുന്ന സമയത്ത് തന്നെ മിക്സ് ചെയ്യുന്നതാണ് നല്ലത്. നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. അങ്ങനെ ഞാനിത് നന്നായി മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് 1.5 ലിറ്റർ ഓയിൽ ഒഴിച്ച് കൊടുക്കണം. അപ്പോൾ ഞാൻ ആദ്യം തന്നെ അളന്ന് വെച്ചതാണിത്. പിന്നെ നമുക്കിതിലേക്ക് ഒഴിച്ച് കൊടുക്കാം. ഒഴിച്ച് കൊടുക്കുമ്പോഴുള്ള നിറവ്യത്യാസം നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും.
അങ്ങനെ നമ്മൾ 1.5 ലിറ്റർ ഓയിൽ ഒഴിച്ചു കൊടുത്തു. ഇത് നമുക്ക് നന്നായിട്ട് ഇത് മിക്സ് ചെയ്തെടുക്കണം. അങ്ങനെ നമ്മളത് മിക്സ് ചെയ്തെടുത്തു. ഇനി നമ്മളിതിലേക്ക് സോപ്പ് നിർമ്മാണ പൊടി ഇട്ട് കൊടുക്കണം. അപ്പോൾ പൊടി ഇട്ട് കൊടുക്കുന്ന സമയത്ത് നമ്മൾ ഇളക്കിക്കൊണ്ടിരിക്കണം. അങ്ങനെ നമ്മൾ ചെറിയ ചെറിയ തരികളും പോലും ഇല്ലാത്ത രീതിയിൽ മിക്സ് ചെയ്തെടുക്കണം. ഇത് ഈ കളറായി വന്നിട്ടുണ്ട്. ഇനി നമ്മൾ തരികളൊന്നും കാണാത്ത രീതിയിൽ നന്നായി മിക്സ് ചെയ്തെടുക്കണം. അങ്ങനെ നമ്മൾ അത് മിക്സ് ചെയ്തെടുത്തു. ഇനി നമ്മൾ ഇതിലേക്ക് സോപ്പ് നിർമ്മാണ ലായനി ഒഴിച്ച് കൊടുക്കുകയാണ്. നമ്മൾ പാക്കറ്റ് പൊട്ടിച്ചു കഴിഞ്ഞ് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുകയാണ്. നമ്മൾ ലായനി ഒഴിച്ചതിന് ശേഷം നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ നമ്മുടെ മിക്സിംഗ് ആണ് ഇതിൽ പ്രധാന കാര്യം. നമ്മുടെ മിക്സിങ് കുറവായാൽ നമുക്ക് ഉദ്ദേശിച്ച രീതിയിൽ സോപ്പ് റെഡിയായി കിട്ടില്ല. അതുകൊണ്ട് നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. നമ്മുടെ ഇത് ഏകദേശം 5-10 മിനിറ്റ് നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്ത് ചേർക്കുക. അങ്ങനെ ഞാനിത് മിക്സ് ചെയ്തെടുത്തു. ഇനി നമുക്ക് സുഗന്ധത്തിനായി തന്ന സുഗന്ധദ്രവ്യം ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കാം. ഈ സുഗന്ധദ്രവ്യത്തിൽ നിന്ന് നമ്മൾ നല്ലൊരു മണമൊന്നും പ്രതീക്ഷിക്കരുത്. നമുക്ക് വേറെ വേണമെങ്കിൽ ഉപയോഗിക്കാൻ പറ്റും. നമ്മൾ അത് ഒഴിച്ച് കൊടുത്തു. ഇനി ഇത് നമുക്ക് നന്നായി മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഇതും കൂടി മിക്സ് ചെയ്തെടുത്താൽ നമ്മുടെ മിശ്രിതം കംപ്ലീറ്റ് ആയി. നമുക്ക് അച്ചിയിലേക്ക് ഒഴിച്ച് കൊടുക്കേണ്ട പണി മാത്രമേ ബാക്കി ഉണ്ടാവുള്ളൂ. ഇനി നമ്മൾ അച്ച് റെഡിയാക്കി എടുക്കണം. അതിനുവേണ്ടി ഇതുപോലത്തെ 2 പാത്രങ്ങൾ എടുത്തു. എന്നിട്ട് അതിൻ്റെ ഉൾഭാഗം മുഴുവനും വെളിച്ചെണ്ണ തേച്ച് വെച്ചിട്ടുണ്ട്. വെളിച്ചെണ്ണ തേച്ചാൽ നമുക്ക് അച്ചിയിൽ നിന്നും സോപ്പ് പുറത്തേക്ക് സുഖമായി പോരുകയുള്ളൂ. അപ്പോൾ നമ്മൾ സോപ്പ് നിർമ്മാണത്തിന് വേണ്ടി വാങ്ങി വെച്ച പാത്രങ്ങളാണിത്. ഇനി നമുക്കിതിലേക്ക് നേരത്തെ തയ്യാറാക്കി വെച്ച മിശ്രിതം ഒഴിച്ച് കൊടുക്കാം. നമ്മൾ 750 ലിറ്റർ വെള്ളമാണ് എടുത്തിരുന്നതെങ്കിൽ ഇതുപോലെ നമുക്ക് സുഖമായി ഒഴിച്ച് കൊടുക്കാൻ കഴിയില്ല. 1 ലിറ്റർ വെള്ളം എടുത്തത് കൊണ്ടാണ് നമുക്കിതുപോലെ സുഖമായി ഒഴിച്ച് കൊടുക്കാൻ കഴിയുന്നത്. നമ്മൾ ഒന്ന് മെല്ലെ ഒന്ന് കുലുക്കി കൊടുക്കുന്നുണ്ട്. അഥവാ ചെറിയ സ്പേസ് ഒക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ഫില്ലാവാനാണ്. നമ്മൾ രണ്ടും കുലുക്കി കൊടുത്തു. ഇനി നമുക്കിതൊരു സെറ്റാൻ വേണ്ടി 3 മണിക്കൂർ വെയിറ്റ് ചെയ്യണം. അങ്ങനെ 3 മണിക്കൂർ കഴിഞ്ഞു. ഇനി നമുക്കിതിൻ്റെ സൈഡ് ഭാഗം ഒന്ന് വിടർത്തി കൊടുക്കണം. ഇനി നമ്മൾ ഇതുപോലത്തെ മരത്തിൻ്റെ കഷ്ണമോ അല്ലെങ്കിൽ സ്കെയിലോ ഉപയോഗിച്ച് ഇതുപോലെ വാഷിംഗ് സോപ്പിൻ്റെ അതേ ആകൃതിയിൽ അടയാളപ്പെടുത്തിയെടുക്കണം. അങ്ങനെ അടയാളപ്പെടുത്തിയതിനു ശേഷം ഇതുപോലത്തെ ഒരു കത്തി ഉപയോഗിച്ച് അതിൻ്റെ മുകളിലൂടെ സാവധാനത്തിൽ നമ്മൾ മുറിച്ചെടുക്കണം. കാറ്റലോഗിൽ 6 മണിക്കൂറിന് ശേഷം ഇളക്കിയെടുക്കാനും 2 ദിവസത്തിന് ശേഷം മുറിക്കാനുമാണ് പറഞ്ഞിട്ടുള്ളത്. നമ്മൾ 3 മണിക്കൂർ മാത്രമേ ഇതിന് വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമുള്ളൂ. 2 ദിവസത്തിന് ശേഷം നമ്മൾ മുറിച്ചെടുക്കുകയാണെങ്കിൽ നമുക്കിതുപോലെ സിമ്പിളായി മുറിച്ചെടുക്കാൻ കഴിയില്ല. ഇപ്പോൾ 3 മണിക്കൂർ മാത്രമേ നമുക്കിതിനു വേണ്ടി വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമുള്ളൂ. ഇതുപോലെ നമ്മൾ എല്ലാ ഭാഗത്തും മുറിച്ചെടുക്കുക. നമ്മൾ രണ്ടാമത്തെ അച്ചിലും വാഷിംഗ് സോപ്പിൻ്റെ ആകൃതിയിൽ അടയാളപ്പെടുത്തിയിട്ടുണ്ട്. നമ്മളിതേ ആകൃതി തന്നെ മുറിച്ചെടുക്കുക. ഇത് മുഴുവനായിട്ട് മുറിച്ചതിന് ശേഷം നമ്മൾ ഒരു 6 മണിക്കൂറും കൂടി വെയിറ്റ് ചെയ്യണം. 6 മണിക്കൂറിന് ശേഷം നമുക്കിത് അച്ചിൽ നിന്നും ഇളക്കിയെടുക്കാൻ പറ്റും. അങ്ങനെ 6 മണിക്കൂർ കഴിഞ്ഞു. ഇനി നമ്മൾ ഇതുപോലത്തെ ഒരു പ്ലാസ്റ്റിക് കവർ നിലത്ത് വിരിക്കുക. എന്നിട്ട് നമ്മൾ നേരത്തെ മുറിച്ച് തയ്യാറാക്കി വെച്ച അച്ചിയുടെ
സൈഡ് ഭാഗം ഒന്ന് ഇതുപോലെ ഇളക്കി കൊടുക്കുക. അങ്ങനെ നമ്മൾ ഇളക്കി കൊടുത്തതിന് ശേഷം ഇതുപോലെ ഒന്ന് പൊക്കിയിട്ട് കവറിലേക്ക് കമഴ്ത്തി വെക്കുക. എന്നിട്ട് നമ്മൾ അച്ചൊന്ന് പൊന്തിച്ചെടുക്കുമ്പോൾ നമുക്ക് ഇതുപോലെ സിമ്പിളായിട്ട് സോപ്പ് പുറത്തേക്ക് പോരുന്നതാണ്. അപ്പോൾ ഇത് അടിഭാഗമായത് കൊണ്ടാണ് ഇങ്ങനെ കാണുന്നത്. ഇനി നമ്മൾ മെല്ലെ ഒന്ന് ഇളക്കി കൊടുത്താൽ നമ്മൾ നേരത്തെ മുറിച്ച് വെച്ച അതേ ആകൃതി തന്നെ സോപ്പ് ലഭിക്കുന്നതാണ്. ഇതുപോലെ നമ്മൾ മെല്ലെ ഒന്ന് ഇളക്കി കൊടുത്താൽ മതി. അങ്ങനെ നമ്മൾ ഇത് ഒന്നാമത്തെ അച്ചിലുള്ളത് റെഡിയാക്കി എടുത്തു. ഇനി നമുക്ക് രണ്ടാമത്തെ അച്ചിലുള്ളതും കൂടി ഇതുപോലെ ആക്കിയെടുക്കണം. അങ്ങനെ നമ്മുടെ വാഷിംഗ് സോപ്പ് റെഡിയായി വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് 24 വാഷിംഗ് സോപ്പുകൾ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിത് 2 ആഴ്ചയ്ക്ക് ശേഷം ഉപയോഗിക്കാൻ പറ്റും. അതുവരെ ഒരു പ്ലാസ്റ്റിക് കവറിൽ എന്തെങ്കിലും ഇട്ട് വെച്ചാൽ മതി. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, തുടർന്ന് വരുന്ന ബെല്ലൈക്കൺ അമർത്തുക. എങ്കിൽ നമ്മൾ ഇടുന്ന ഇതുപോലത്തെ വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതായിരിക്കും.